എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചേട്ടൻ ഇനി പാന്റ് ഇട്ടാ മതി. നീ എന്നെ കളിയാക്കണോ? അല്ല, നന്നായിരിക്കുന്നു. പിന്നെ കുറച്ച് ടൈറ്റ് കൂടി പോയോന്ന് സംശയം. ബാഗി എപ്പോഴത്തെ ഫാഷൻ? ബാഗിയോ? അതെന്താണ് ബാഗി? നിനക്കേ ഒരു സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ പെണ്ണ് കാണലുണ്ടെങ്കിൽ ഏതായാലും നല്ലതൊരെണ്ണം വാങ്ങണം. അപ്പോഴവിടെ നിന്ന് വിചാരിച്ചു. നല്ല സാരി എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നല്ല കാര്യത്തിനെല്ലാം നല്ലതാവണ്ടേ? ആ ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ്. കാല് ശരിക്കും നിലത്തുറച്ചിരുന്നില്ല. 100ന്റെ 200ന്റെ ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടന്. നിനക്കിത് എന്ത് തോന്നി വരതാ? അല്ല, ഇനി പാന്റ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട. മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരുമോ? എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടും ഒക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് പാടാസത്തെ. ആ, സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി. മാങ്ങയുടെ പൈസ വേണ്ടേ? 2 ദിവസം കഴിയുമ്പോ ആള് വരും മാങ്ങ പറിക്കാൻ. പറ്റേ? വാടാ. പോടാ അവിടുന്ന്. ഞാനെന്ത് തള്ളിക്കൊണ്ട് പോടാം. ഇതാ ഞാൻ പറയുന്നത്. വലിയ കടയാവുമ്പോ പഹയന്മാര് നമ്മളെ പറ്റില്ല. കടയാവുമ്പോ നമുക്ക് വിലയും ദേശം ഇങ്ങനെ നടുവേ വെച്ച് കീറുകയും ചെയ്യാം. എന്റെ മുടിക്ക് വന്നേ. എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് 175 രൂപ മുടക്കുക, എന്നിട്ട് ഡ്രസ് എടുക്കുക, അത് കീറുക, അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുക. എടാ കൊച്ചി കഴിവറവനെ, പെൺവേഷം കെട്ടിയ ഒരുത്തനെ തൊടാൻ വേണ്ടി നീ എല്ലാം കൂടെ എന്റെ 160 രൂപ വലിപ്പിച്ചു. അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. എനിക്കൊരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെ കൂടെ ഞെളിയണതിനാടാ. വേലിപ്പത്തലെ സാരി ചുറ്റിയതായാലും മതി നിനക്ക്. അതുകൊണ്ടാണല്ലോ എരുമയെക്കാളും ഘട്ടമായ ഒരെണ്ണത്തിന് വീട്ടിൽ വളർത്തുന്നത്. എരുമയാണെ പാലയിലും കിട്ടും, ഇത് അതുമില്ല. അനലക്ഷം വേണ്ട, സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിച്ചു. ഇനി മിണ്ടില്ല. വെറുതെ കളഞ്ഞിട്ട് വല്ല കാര്യമാണ് അച്ഛനെ. നോക്കി കളിക്കണ്ടേ? പടത്തിനാ ഭയങ്കര തിരക്കാണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. എത്രണ്ണോ? ഒന്ന് മറിക്കാശനെ, ഒരു അത്യാവശ്യ കാര്യം. ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ആയതുകൊണ്ട് കിട്ടിയതാ. പൈസ കുടിക്കാൻ കളറ്, സോഡ, സർബത്ത്, ചായ എന്താ? പടം കൊള്ളാൻ കേട്ടോ. വിജയകാന്ത് കലക്കിയിട്ടുണ്ട്. 4 സ്റ്റണ്ടും 3 പാട്ടുണ്ട്. ഞാനൊന്നല്ല സെക്കൻഡ് കയറി. എന്താ കരുണാകരൻ ചേട്ടൻ നമ്മുടെ ഫ്രണ്ടാ. അപ്പൊ വരാന്നേ. ഓഹോ, നീയാണോ ഭരതൻ? പുതുക്കാട് ഉത്സവത്തിന് മുച്ചീട്ട് കളിച്ചോണ്ടിരുന്ന ഇവനെ എന്റെ കൈ കിട്ടിയതാ. അന്നിവൻ രക്ഷപ്പെട്ടു വന്നു. എടോ കരുണാകരൻ സാർ, ഇവരോട് സ്റ്റേഷനിലേക്ക് വരാൻ പറ. ശരി സാർ. വണ്ടി വിട്. പറഞ്ഞു കേട്ടല്ലോ, അങ്ങോട്ട് വന്നേക്കണം കേട്ടോ.
എന്താടോ ഇവിടെ ആശാൻ വന്നില്ലേ? അകത്തുണ്ട്. ജാമ്യം എഴുതിക്കൊണ്ടിരിക്കുക വക്കീല്. ആർക്കെങ്കിലും കിട്ടിയോടാ? എനിക്കൊന്ന് കിട്ടി ഇവിടെ. ഞാൻ ഡബിൾ മീനിങ്ങിൽ ഒരു കാച്ചി പുള്ളിക്കത് മനസ്സിലായി തോന്നുന്നു. അതായി ഇവിടെ പൂശിയെ. അപ്പോഴും വക്കീലത്തെ വന്നതുകൊണ്ട് സാമ്പിളെ നിന്നു. ഇല്ലെങ്കിൽ മോഷണവും പിടിച്ചോറിയും നടത്തില്ലോ സാറേ. പിന്നെ എന്തിനാ ഈ അറസ്റ്റും ജാമ്യവും ഒക്കെ? 250 രൂപ വക്കീലിന് കൊടുക്കണം. കോടതിയിലെ പിഴ വേറെ. വല്ലപ്പോഴല്ലേ ഉള്ളൂ, കുറച്ച് പിഴ കൊടുക്ക്. ഞങ്ങളൊന്ന് കുലുക്കി കുത്തിയാൽ അത് കുറ്റം. സർക്കാരിന് കുലുക്കി കുത്താം. ABCD സീരീസിൽ അവർ 1 രൂപയ്ക്ക് 1 ലക്ഷം കൊടുക്കുന്നു, ഞങ്ങൾ 1 രൂപയ്ക്ക് 2 രൂപ കൊടുക്കുന്നു. അതെ. അവര് കറക്കി കുത്തുന്നു, ഞങ്ങൾ കുലുക്കി കുത്തുന്നു. നിങ്ങൾ ഞങ്ങളെ കുലിക്കാതെ കുത്തുന്നു. അതെ. വക്കീലേ, വക്കീൽ, ദാ, ഇത് വെച്ച്. താങ്ക്സ്. വരട്ടെ. അപ്പണേ ഒരു പിടി. കൂലിക്കാരൻ എന്ത് പറഞ്ഞടാ? പുതുക്കാട്ട് വെച്ച് എന്നെ കിട്ടാത്തതിന്റെ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ലെന്ന്. ഇനി കൈ കിട്ടുമ്പോ കണക്ക് തീർത്തോളാം. നീ എന്ത് പറഞ്ഞു? അറിയിച്ചാൽ മതി, സൗകര്യം പോലെ വന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അല്ല എന്താ? പോടാ, പോട്ടെ. നിക്ക്. ഏതാടാ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ കൂടെ കണ്ട ആ പെണ്ണ്? ഗൗരി, ലക്ഷ്മിയമ്മയുടെ മോള്. ഓ, നിന്റെ. എന്താ ചോദിക്കാൻ കാരണം? അല്ല, എസ് ഐ അവളെ കണ്ടെന്ന് തോന്നുന്നു. ആ. എന്നോട് തിരിച്ചും മറിച്ചും ചോദിച്ചു. അവളെ ഏതാ? നിന്റെ ഭാര്യയാണോ, പെങ്ങളാണോ, ലവ് ആണോ, അതോ വേറെ വല്ല? ആളെ മനസ്സിലാകാത്തോണ്ട് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. കുരിക്കാടന്റെ കണ്ണ് അവിടം വരെ എത്തിയല്ലേ? ഇത് അധികം നാൾ നിൽക്കലടോ. 3-4 എൻക്വയറി പെൻഡിങ്ങില. ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഉറപ്പാണ്. ആ, കൂലിക്കാടനില്ലേ? അകത്തുണ്ട്. ഡോക്ടറിന്റെ എസ് ഐ ആയിട്ട് കൂലിക്കാരനല്ലേ, ഡോക്ടറെയൊക്കെ പരിചയം കാണും. എപ്പോഴാ ഒരു DNCയുടെ ആവശ്യം എന്ന് പറയാൻ പറ്റുമോ? DNC അതെന്താ? അത് നിനക്ക് പ്രായപൂർത്തിയാവട്ടെ, എന്നിട്ട് പറഞ്ഞു ഓ മനസ്സിലാക്കി. ശരി ശരി ശരി. ആ, വേഗം ചെല്ലേ. വെട്ടുകാട് കളച്ചന്തേ ചെന്ന് 4 കാശുണ്ടാക്കാൻ നോക്ക്. അങ്ങോട്ട് തന്നെയാ പോകുന്നേ. വെട്ടുകാട് ഏതായാലും ഇവിടത്തെ ഏമാന്റെ അധികാര പരിധി പെടുകയല്ലോ. അവിടെ വേറെ ആമ്പിള്ളേരാണല്ലോ എസ് ഐ ആയിട്ടിരിക്കുന്നത്. വേടാ, ഞങ്ങൾ വരട്ടെ സാറേ. ടാ, 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 ടാ. ഞങ്ങൾ വരട്ടെ. പണിക്കരോട് വിവരം പറഞ്ഞേക്കാം. വരട്ടെ. എന്താ അങ്ങനെ? ഇങ്ങനെയുണ്ടോടാ ചെറുക്കൻ? കൊള്ളാം. 4 പേരോട് അളിയനാണെന്ന് പറയാൻ ഒരു അന്തസ്സുണ്ട്. ഉഗ്രൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കോടി പറയടി. ഏ, ഏ, തലമുടിയുടെ ഫാഷൻ വല്ല കുഴപ്പമൊന്നുമില്ലേ? ആണോ? ഇഷ്ടം, ഇഷ്ടം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിരകാലമായി നിങ്ങൾ ഏവരും കാത്തിരുന്ന കിങ്സ് കാർണിവൽ ഇതാ വരികയായി. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ പ്രദർശനം ആരംഭിക്കുന്നു. കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിവിധ ഇനം കലാപരിപാടികളുമായി എത്തുന്നു കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ നിങ്ങൾ കാണാൻ കൊതിച്ചിരുന്ന കാത്തിരുന്ന കാർണിവൽ കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ കാർണിവൽ, കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. കാർണിവലോ? എന്തോട്ട് കാർണിവലാ? ഇവിടെ ഇവന്മാര് എന്ത് കാണിക്കാനാ? നമ്മൾ തന്നെ ഇവിടെ പാടുപെട്ടിട്ട് ഒരു കോപ്പും കിട്ടണില്ല. ഇവന്മാര് കുറെ ഒലത്തും. ഏയ്, പണി നോക്ക്. ഇതുകൊണ്ട് പാടോ. ഒന്ന് വേഗം കുറഞ്ഞിട്ടാ. നാളത്തെ ചന്തയ്ക്ക് കോയമ്പത്തൂർ എത്തിക്കണ്ട, ഇല്ലെങ്കിൽ അബ്ദുല്ലാക്കുട്ടി സൂപ്പുണ്ടാക്കും. ഒന്ന് പിടിച്ച്. ചാക്കാൻ കൊടുക്ക്. ഒന്ന് വാടോ ഇങ്ങോട്ട്.